കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന് പുതിയ ടോൾ ഫ്രീ നമ്പർ. കേരള സർക്കാരിൻ്റെ നോർക്ക വകുപ്പിന് കീഴിലുള്ള കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പുതിയ ടോൾ ഫ്രീ നമ്പർ സേവനം തുടങ്ങി. കോൾ സെൻറ്റർ ടോൾ ഫ്രീ നമ്പർ 1800-890-8281. നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ഭാഗമായാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ടോൾ ഫ്രീ നമ്പർ സേവനം. വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള മറ്റ് നമ്പറുകൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. തിരുവനന്തപുരം കോൾ സെൻറ്ററിൻ്റെ നമ്പർ 047124655500. പൊതുവായ അന്വേഷണങ്ങൾക്ക് 7736850515. പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് 8078550515. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് 047127855500. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് 0484233166. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് 049523046004. മലപ്പുറം ജില്ലയിലെ അന്വേഷണങ്ങൾക്ക് 048427346004. പൊതുജന സമ്പർക്ക സേവനങ്ങൾ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ കോൾ സെൻറ്ററിലെ ടോൾ ഫ്രീ നമ്പറിൽ വിവരങ്ങൾ അറിയുന്നതിനായി പൊതുജനങ്ങൾക്കും ക്ഷേമനിധി അംഗങ്ങൾക്കും ബന്ധപ്പെടാമെന്ന് പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നിലവിൽ 8 ലക്ഷത്തിൽ പരം പ്രവാസികൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇതിൽ നിന്നും 65,000 പ്രവാസികൾ പെൻഷൻ വാങ്ങി വരുന്നു. നിരവധി പേർ ഒരേ സമയം ഫോൺ ചെയ്യുന്നത് മൂലം പ്രവാസി ക്ഷേമ ബോർഡിൽ വിളിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. കോൾ സെൻറ്ററിൻ്റെ ഭാഗമായി പുതിയ ടോൾ ഫ്രീ നമ്പർ വന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ അംഗമാകാത്ത പ്രവാസികളും മുൻ പ്രവാസികളും അംഗത്വമെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്ന പ്രവാസി ക്ഷേമനിധിയുടെ ഭാഗമാകണമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MB ഗീതാലക്ഷ്മി പറഞ്ഞു. ഇനി മുതൽ വിളിച്ച് ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ട എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും കേരള സർക്കാരിൻ്റെ നോർക്ക വകുപ്പിന് കീഴിലുള്ള കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന് പുതിയ ടോൾ ഫ്രീ നമ്പർ സേവനം ആരംഭിച്ചിട്ടുണ്ട്. ഇഫക്ട് ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒപ്പം വാർത്ത കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർക്കും എല്ലാവിധ ആശംസകളും. എന്തായാലും പുതിയ നല്ല നല്ല വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പ്രവാസികൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് മറ്റു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും ഇഫക്ട് ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും.